ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു പാൽക്കപ്പയും അയില മുളകിട്ടതും ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം കഴുകി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയില കഷ്ണങ്ങളാക്കി ഉപ്പും മുളകും ചേർത്ത് വെച്ചു. അതിനുശേഷം ഇച്ചിരി ചൂടുവെള്ളത്തിൽ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചു. വറുക്കാനുള്ള അയിലയും കൂടെ സെറ്റ് ചെയ്തു. പിന്നെ കപ്പയ്ക്ക് വേണ്ട ഐറ്റംസ് ആണ് ഫ്രോസൺ കപ്പ, പിന്നെ കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അത് നമുക്ക് അരച്ച് കപ്പയിൽ ചേർക്കാനുള്ളതാണ്. ഈ 3 കൂട്ടം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളതാണ്. ഒരു കുക്കർ എടുത്ത് നമ്മൾ അതിനകത്തേക്ക് കപ്പ പൊട്ടിച്ചിട്ടു. അത് നമുക്ക് വിസിലടിക്കാൻ വെക്കാം. നമുക്ക് ആ നേരം കൊണ്ട് മീൻകറി റെഡിയാക്കാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയും ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുക് ഇട്ടു. പിന്നെ അതിനകത്തേക്ക് ഉലുവ ഇട്ടു. അത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ, എന്നാലാണ് അത് പൊട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ഇട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടും. സവാള ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് അത് ഒന്ന് ഇളക്കിയെടുക്കാം, അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് ആ പുളിവെള്ളം അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് കപ്പയ്ക്ക് ഇടാനുള്ള ഉള്ളിയും മുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി തിളച്ച് വന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്ത് അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. എല്ലാം സെറ്റാണ്, മീൻകറി സെറ്റാണ്. നമ്മുടെ മീൻകറി പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. നല്ല കാണാൻ നല്ല അടിപൊളി മീൻകറിയാണ്. നമുക്ക് തൊട്ടടുത്തൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു തണ്ട് വേപ്പില ഇട്ട് നമുക്ക് നമ്മുടെ മീൻ വറക്കാൻ വെക്കാം. നമ്മുടെ മീൻ അവിടെ സൈഡിലിരുന്ന് വറന്ന് വരട്ടെ. നല്ല അടിപൊളിയായിട്ട് വറന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ വെന്തിട്ടുണ്ട്. കപ്പ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ചെടുക്കാം. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഉടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ഉള്ളിയും അതിനകത്തേക്ക് ഇട്ടു. നമ്മൾ ആദ്യമേ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. നമ്മുടെ മെയിൻ ഐറ്റമാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഇവിടെ കിട്ടാത്ത കാരണം നമ്മൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടൻ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കപ്പയിലേക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയത് നമ്മൾ ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് ചൂടാവാനായിട്ട് അവിടെ വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് മുളക് പൊട്ടിക്കാം. ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് ഇട്ടു. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചത്, നമ്മുടെ കൊല്ലമുളക്, കറിവേപ്പില അതെല്ലാം ഇട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മളത് കപ്പയിലേക്ക് ഇടുന്നു. കപ്പ നട്ടൊന്ന് അടച്ചു വെക്കുന്നു. ഇതാണ് നമ്മുടെ പാൽക്കപ്പ. ഇരുന്ന് കഴിഞ്ഞും ഒന്നും കൂടെ കുറുകും. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ വറുത്തതും ഇവിടെ അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇന്നലത്തെ പന്നിക്കറിയും ഉണ്ട്.